السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹ സുഹൃത്തുക്കളെ, നമ്മുടെ 100ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ചർച്ച മുജ്തഹിദ് ഇല്ലാത്തൊരു കാലം ഉണ്ടാകുമോ, അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ളൊരു ചർച്ച വിഷയമാണ്. അതിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. വയജൂസു ഖുലൂഉ സമാനി അൻ മുജ്തഹിദിൻ. ഒരു മുജ്തഹിദിനെ തൊട്ട് കാലം ഒഴിവാവുക എന്നുള്ളത് ജായിസാണ്. അവ മുജ്തഹിദ് ഇല്ലാതിരിക്കാം. ഈ ഖുലൂഉ സമാൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഐ അല്ലാ യബ്ഖാ ഫീഹി മുജ്തഹിദുൻ. ഒരു കാലഘട്ടം അന്നത്തെ പോലെ ഇക്കാലഘട്ടത്തിൽ മുജ്തഹിദ് ഇല്ലല്ലോ. അപ്പൊ ഗവേഷണം ചെയ്യാൻ പറ്റുന്നതായ ഓരോ മുജ്തഹിദ് ആ കാലഘട്ടത്തിൽ അവശേഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ഖുലൂഉ സമാൻ. ഇങ്ങനെയുള്ള കാലം പറ്റും എന്നുള്ളതാണ്. ഇതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഖിലാഫല്ലിൽ ഹനാബിലത്തി, ഹംബലി മദ്ഹബുകാർക്ക് എതിരായിട്ട്. ഫീ മൻഇഹിം അൽ ഖുലൂവ അൻഹു. ഒരു മുജ്തഹിദിനെ തൊട്ട് സമാൻ ഒഴിവാവുക എന്നുള്ളത് പാടില്ല, അത് ജായിസല്ല എന്നുള്ള കാര്യത്തിൽ ഹംബലിയാക്കൾ എതിരായി നിൽക്കുകയാണ്. മുത്ലഖൻ, നിരുപാധികം അങ്ങനെ ഒരു മുജ്തഹിദ് ഇല്ലാത്ത കാലം ഉണ്ടാവില്ല എന്നാണ്. ഒലിബിന് ദഖീഖിൽ ഈദ്, ഇബ്നു ദഖീഖിനും എതിരായിക്കൊണ്ടാണ് നമ്മൾ പറയുന്ന അഭിപ്രായം. മൂപ്പര് എങ്ങനെയാ ഫീ മൻഇഹി, മൂപ്പര് തടഞ്ഞു അൽ ഖുലൂവ അൻഹു, ഒരു മുജ്തഹിദിനെ തൊട്ട് സമാൻ ഒഴിവാവുക എന്നുള്ളതിനെ തടഞ്ഞു. മൂപ്പർക്ക് ഖൈദുണ്ട്, നിബന്ധനയുണ്ട്. മാലം യതദാ അസ്സമാൻ ബിതസൽസുൽ ഖവാഇദി, ശരീഅത്തിന്റെ സർവ്വ നിയമങ്ങളും ബാത്തിലാവുക, നീങ്ങിപ്പോവുക എന്നൊരു കാലം ക്ഷണിക്കാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ അവസാന കാലം വന്നാൽ ഉണ്ടാവില്ല, അതുവരെ ഉണ്ടാകുന്ന മൂപ്പര് പറഞ്ഞു. ഇങ്ങനെയുള്ളതായ അഭിപ്രായം ഇബ്നു ദഖീഖിന് അവർക്കും എതിരായിട്ടും ഒരു ഖൈദുമില്ലാതെ ഹംബലിയാക്കൾ പറയുന്നു ഒഴിവാകാൻ പാടില്ല എന്നും. ഇവർക്കെതിരായിക്കൊണ്ടുള്ള അഭിപ്രായമാണ് ഒരു മുജ്തഹിദ് ഇല്ലാത്ത കാലം ഉണ്ടാവാം എന്ന് പറഞ്ഞത്. അപ്പൊ കാലം ക്ഷണിച്ചാൽ അതെങ്ങനെയാ? ബി അൻ അതത് അശ്റാതു സഅത്തിൽ കുബ്ര, അന്ത്യനാളിന്റെ വലിയ വലിയ അടയാളങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് തദാ ഉണ്ടാവുക. തദാഉ സമാൻ ബി തസൽസുൽ ഖവാഇദ്, അതിനർത്ഥം വലിയ വലിയ അടയാളങ്ങൾ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ വരിക. അങ്ങനെ വരൽ കൊണ്ടാണ് കാലം ക്ഷണിച്ചത്. അങ്ങനെ വരികയാണെങ്കിൽ അപ്പൊ ചെറിയ ചെറിയ അടയാളം ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല, അപ്പോഴൊക്കെ മുജ്തഹിദ് ഉണ്ടാവാം. വലിയ അടയാളം ഏതുപോലെയൊക്കെ തുലൂഇ ശംസി മിൻ മഗ്രിബിഹ, പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ ഉദിക്കും പോലെ. വൈരിദാലിക്ക, അതല്ലാത്തതായ മറ്റു വലിയ അടയാളങ്ങൾ പോലെ. ഇത് വന്നാൽ നിയമങ്ങളൊക്കെ ഇല്ലാതെയാൻ പോവുകയാണ്. അപ്പൊ പിന്നെ മുജ്തഹിദ് ഉണ്ടാവില്ല. ജാദൽ ഖുലൂഉ അൻഹു, എന്നാൽ മുജ്തഹിദിനെ തൊട്ട് ഇങ്ങനെ വന്നാൽ ഒഴിവാവുക എന്നുള്ള ജായിസാണ് എന്നാണ്. ഇനി മുജ്തഹിദിനെ തൊട്ട് സമാൻ ഒഴിവാവുക, മുജ്തഹിദ് ഉണ്ടാവാതിക്കുക എന്നാണല്ലോ ജായിസ്. ആ അഭിപ്രായം എടുത്തിട്ട് ബലപ്പെട്ട അഭിപ്രായം വൽ മുഖ്താറു ബഅദ ജവാസിഹി, അങ്ങനെ മുജ്തഹിദിനെ തൊട്ട് സമാൻ ഒഴിവാവുക എന്നുള്ള ജവാസാണെന്ന് വെച്ചു. അതിനുശേഷം ഇനി വിലപ്പെട്ട അഭിപ്രായം അന്നഹു, നിശ്ചയമായിട്ടും യസ്ബുതു വഖൂഹു, അങ്ങനെ സംഭവിക്കൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മുഖ്താർ. വക്കീല, പറയപ്പെട്ടിട്ടുണ്ട് യഖഉ, സംഭവിക്കും. അപ്പൊ അങ്ങനെ മുജ്തഹിദ് ഇല്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്, ഇല്ല. ഇങ്ങനെയാണ് ദലീലു അദിമിൽ വഖൂഇ, ഇവിടെ സംഭവിച്ചിട്ടില്ല. നമുക്ക് ജമാന് മുജ്തഹിദിനെ തൊട്ട് ഒരു സമാൻ ഒഴിവാകാം, ഇത് പറ്റുമെന്ന് പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് മുഖ്താർ. അതിന്റെ തെളിവ് ഹദീസ് സ്വഹീഹൈനി, ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ്. ബി തുർഖി ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്,
ഹത്താ യഅ്തിയ അംറുല്ലാഹ്, അന്ത്യനാൾ വരുന്നത് വരെ. അതാണല്ലോ അംറുള്ള അയസായത്തുന. അന്ത്യനാൾ വരുന്നത് വരെ ഹക്കിന്റെ മേൽ ഇവിടെ വെളിവായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, ന്യൂനപക്ഷം എന്റെ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് ഹദീസുണ്ട്. അപ്പൊ ഈ ഹദീസ് മനസ്സിലാവുന്നത് എന്താണ്? ഒരു കാലഘട്ടത്തില് സമാനില് മുജ്തഹിദ് ഇല്ലാതിരിക്കാം, എന്നാ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നതിലേക്ക് തെളിവാണ് ഈ ഹദീസ് കൊണ്ടുവന്നത്. കമാ സ്വറഹ ഫീ ബഅദി തുറുഖി, ഈ ഹദീസിന്റെ ചില റിപ്പോർട്ടുകളിൽ, ചില വഴിക്ക് വന്ന റിപ്പോർട്ടിൽ കാണാം അംറുള്ളയുടെ അർത്ഥം സാഅത്ത് എന്നുള്ളതാണ്. ഇനി ഖാൽ ബുഖാരിയു, ബുഖാരി ഇമാം പറയുന്നു, ഈ ഹദീസ് വ്യാഖ്യാനിച്ചിട്ട് പോകും അഹ്ലുൽ ഇൽമി, ആ വിഭാഗം ആരാണ്? ഇൽമിന്റെ അഹ്ലുകാരാണ്. അപ്പൊ ഇവിടെ ഇൽമിന്റെ അഹ്ലുകാരുണ്ടാവും, ഇൽമുള്ളവർ തന്നെയല്ലേ മുജ്തഹിദുകളും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ഇൽമിന്റെ അഹ്ലുകാരുണ്ട്. അപ്പൊ മുജ്തഹിദായിരിക്കുന്ന ആളുകൾ ഇവിടെ ഒഴിവാകാൻ പറ്റുമെങ്കിലും അത് സംഭവിച്ചിട്ടില്ല എന്നതിലേക്കുള്ള ഒരു തെളിവാണ് ഈ ഹദീസ്. ഐ ലിബ്തിദാഇൽ ഹദീസി ഫീ ബഅദി തുർഖി, ഈ ഹദീസിന്റെ ചില തുർക്കുകൾ പരിശോധിച്ചാൽ ഈ ഹദീസിന്റെ തുടക്കം എങ്ങനെയാണ്? ബി ഖൗലിഹി മൻ യുരിദില്ലാഹു ബി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്ന ഹദീസ് തുടങ്ങിയിട്ടുള്ളത്. അള്ളാഹു ഒരാളെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദീനിൽ അയാളെ കർമ്മപടനാക്കി വിവരമുള്ള ആളാക്കി മാറ്റുമെന്നുള്ളതാ. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? ആ ത്വായിഫത്ത് അഹ്ലുൽ ഇൽമുകാരാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ഹദീസ് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കി തരുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഖുലുബുസ്സമാൻ മുജ്തഹിദിനെ തൊട്ട് കാലം ഒഴിവാകാൻ പറ്റുമെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ഈ ഹദീസ്. തീലക്കാര് പറഞ്ഞെന്താ സംഭവിക്കുമെന്നില്ല, സംഭവിച്ചതിന് തെളിവ് വയദുല്ലുൽ വുഖൂഇ, അങ്ങനെ സംഭവിക്കാൻ പറ്റും എന്നതിനുള്ള ലക്ഷ്യം ഹദീസ് സഹീഹൈനി, അതും ബുഖാരി മുസ്ലിമിന്റെ ഹദീസ് തന്നെയാണ്. അയ്ളൻ ഇന്നല്ലാഹ ലാ യഖ്ബലുൽ ഇൽമ ഇന്തിസാഅൻ, അല്ലാഹു തആല ഒന്നാകെ എന്താവൂല, ഇൽമിനെ പിടിച്ചെടുക്കൂല. യന്തസിഉഹു മിനൽ ഇബാദി, അടിയനിൽ നിന്ന് അല്ലാഹു തആല ഇൽമും കെട്ട് ഊരിയെടുക്കുന്ന പരിപാടിയല്ല. അപ്പോ ഊരിയെടുത്തുകൊണ്ടുള്ള ആ ഒരു നിലപാടിലൂടെയല്ല അല്ലാഹു തആല ഇൽമിനെ പിടിക്കുക. പിന്നെയോ വലാകിൻ യഖ്ബലുൽ ഇൽമ ബിഖബ്ദിൽ ഉലമായി, പണ്ഡിതന്മാരെ മരിപ്പിക്കൽ കൊണ്ടാണ് ഇൽമിനെ അല്ലാഹു തആല പിടിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം ഹത്താ ഇദാലം യുബിഖി ആലിമൻ, ഒരു പണ്ഡിതൻ അല്ലാഹു തആല അവശേഷിപ്പിക്കൂല, എല്ലാവരും മരിപ്പിക്കും. അങ്ങനെ ഇത്തഖദന്നാസു, ജനങ്ങളാവും റൂസൻ, വിഡ്ഢികളായ ആൾക്കാരെയാക്കും, എന്താക്കും, നേതാക്കന്മാരാക്കും, റൂസൻ ജുഹാല. അപ്പോ ഇത്തഖദന്നാസു റൂസാ ജുഹാലൻ, വിവരമില്ലാത്ത ആളുകളെ ആയിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ നേതാക്കന്മാരാക്കുക. ഫസുഇലു, അങ്ങനെ അവരോട് മസ്അലകൾ ചോദിച്ചു ചെല്ലും. ഫഅഫ്തു ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെ ഫത്വ കൊടുക്കും. അവരാണെങ്കിലോ ഫളല്ലു, അവർ പിഴച്ചു സ്വയം, ഫഅളല്ലു, മറ്റുള്ളവരെ പേപ്പിക്കുകയും ചെയ്തു എന്ന. ഇതുകൊണ്ട് മനസ്സിലായത് എന്താണ്? ഇങ്ങനൊരു സംഭവം നടക്കും എന്നല്ല, അവ സംഭവിച്ചിട്ടുണ്ട് എന്ന. അവനെ സംഭവിക്കും, സംഭവിച്ചതായി സ്ഥിരപ്പെട്ടില്ല എന്നതിന് തെളിവുണ്ട്, സംഭവിക്കുന്നതിന് തെളിവുണ്ട്. അതാണ് ഇത്. ഹാദാ ലഫ്ളുൽ ബുഖാരി, ഈ ലഫ്ള് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ലഫ്ളാ. വഫി മുസ്ലിം, മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസില് ഹദീസു അന്ന ബൈന യദൈ സാഅത്തി അയ്യാമൻ, ഖിയാമത്ത് നാളിന് അടുത്തായിട്ട് ചില ദിവസങ്ങളുണ്ട്. യുർഫഉ ബിഹൽ ഇൽമു, ആ ദിവസങ്ങളിൽ ഇൽമു ഉയർത്തപ്പെടും. വയുത്രഖു ബിഹൽ ജഹ്ലു, അതിലെന്താ, വിവരമില്ലായ്മ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും. അവർ വിവരമില്ലാത്തൊരു കാലഘട്ടം വരും, വിവരമുള്ള ആൾക്കാർക്ക് പോവുകയും ചെയ്യും എന്നും മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ മുജ്തഹിദ് ഇല്ലാത്തൊരു കാലഘട്ടം സംഭവിച്ചതായി തന്നെ വന്നല്ലോ. വനഹബുഹു ഹദീസുൽ ബുഖാരി, ഇതുപോലെ തന്നെയാണ് ബുഖാരി ഇമാമിന്റെ ഹദീസും. ഇന്ന മിൻ അശ്റാദി സാഅത്തി, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ പെട്ടതാണ് അൻ യുർഫഅൽ ഇൽമു, ഇൽമിനെ ഉയർത്തപ്പെടുക എന്നുള്ളത്. വയുസ്ബത്തൽ ജഹ്ലു, ജഹ്ലുടെ സ്ഥിരപ്പെടുത്തപ്പെടുക എന്നുള്ളതും. അപ്പൊ ഈ ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത് ഖുൽബുസ്സമാന് അൻ മുജ്തഹിദില് ഉണ്ടാവാം എന്ന് ജായിസാന്ന് മാത്രമല്ല, സംഭവിക്കും, തെളിവുണ്ട്, അത് സംഭവിക്കുകയും ചെയ്യുന്ന. വൽ മുറാദു ബിറഫ്ഇൽ ഇൽമി, ഇവിടെ ഇൽമുയർത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, വിവക്ഷിക്കപ്പെടുന്നത് ഖബ്ലു അഹ്ലിഹി, ഇൽമുള്ള ആളുകളെ പിടിക്കുക, മരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടിനും തെളിവുണ്ട്.
വലി മുആറദത്തി ആദിൽ ഹദീസിൽ അവലി, ആദ്യം പറഞ്ഞ ഹദീസിനോട് ഈ ഹദീസുകളൊക്കെ എതിരായി വന്നപ്പോൾ ഖാലൽ മുസന്നിഫു, അപ്പൊ മുസന്നിഫ് പറഞ്ഞു ലൻ യസ്ബുതു ബുഖുഹു, അങ്ങനെ ഒരു മുജ്തഹിദിനെ തൊട്ട് കാലം ഒഴിവാവുക എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന ഇബാറത്തിട്ടു. ദൂന ലായകോ, അങ്ങനെ സംഭവിക്കൂല എന്നർത്ഥം കുറിക്കുന്നത് ഇടാതെ അങ്ങനെ സംഭവിച്ചതായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാ ഇട്ടുകൊടുത്തത്. അപ്പൊ ഈ ഹദീസുകളൊക്കെ സംഭവിക്കാമെന്ന് കിട്ടും ചെയ്തല്ലോ. വയംകിനു റദ്ദുൽ അവലി, ഇനി ഇങ്ങനെ പറ്റും, ആദ്യത്തെ ഹദീസിനെ മടക്കുക, ഇലൈഹ ഈ ഹദീസുകളിലേക്ക് മടക്കുക. അതെങ്ങനെയാ? സാഅത്ത്, സാഅത്ത് എന്ന് ഹദീസിലുണ്ടല്ലോ, അവിടെ സാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മാ ഖർവ മിൻഹു, സാഅത്തിനോട് അടുത്ത്. അങ്ങനെ വരുമ്പോ ഈ ഹദീസൊക്കെ ഒന്നാവുമല്ലോ, അപ്പൊ സംഭവിക്കാം, അങ്ങനെ വരാമെന്നിലേക്ക് തെളിവാകും, അപ്പൊ മുആറദത്ത് ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് വ്യാഖ്യാനം നൽകിയത്. ആവട്ടെ, ഇപ്പൊ നമുക്ക് മനസ്സിലായത് എന്താ? മുജ്തഹിദിന് പറ്റുന്ന ആള് ഇല്ലാത്തൊരു കാലം ഉണ്ടാവും. അപ്പൊ ഉണ്ടല്ലോ ഈ ഹദീസിലൂടെയൊക്കെ മനസ്സിലാക്കി തന്നത്, മുജ്തഹിദിന് പറ്റുന്ന ഒരാള് യോഗ്യനായ അറിവുള്ള ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല, അതിന് പറ്റണ്ടേ? അങ്ങനത്തെ ആൾക്കാരില്ല. അങ്ങനെ സംഭവിക്കോ ഇല്ലേ? അങ്ങനെ സംഭവിക്കും ചെയ്യും, ഒക്കെ തെളിവായി. വൈദാ അമിനൽ ആമിയോ, ഇനി വിവരമില്ലാത്ത ഒരു സാധാരണക്കാരൻ പ്രവർത്തിച്ചു ബി ഖൗലി മുജ്തഹിദിൻ, ഒരു മുജ്തഹിദായ ആളുടെ ഖൗല് കൊണ്ട് പ്രവർത്തിച്ചു. ഫി ഹാദിസത്തിൻ, പുതിയൊരു സംഭവത്തിൽ ഗവേഷണം ചെയ്തിട്ട് അയാൾ വാക്ക് പറഞ്ഞെടുത്തു, ഒരു വിധി പറഞ്ഞെടുത്തു. അതനുസരിച്ച് ഒരു സാധാരണക്കാരുടെ നാടൻ പ്രവർത്തിച്ചാൽ ഫലൈസ ലഹു, ഇനി ആ നാടന് ഇല്ല അർറുജൂ അൻഹു, ആ മുജ്തഹിദിന്റെ വാക്കിനെ തൊട്ട് മടങ്ങാൻ പറ്റില്ല. ഇലാ വൈരിഹി, മറ്റൊരാളെ വാക്കിലേക്ക് പോകാൻ പറ്റില്ല. ഫി മിസിലിഹ, ഇതുപോലുള്ള പുതുതായി ഉണ്ടായ സംഭവത്തിൽ. കാരണം ലി അന്നഹു, നിശ്ചയമായിട്ടും ഈ ആമിയായ ആള് ഖദിൽതസമ ദാലിക്കൽ ഖൗല, ആ മുജ്തഹിദിന്റെ വാക്കിനെ ഏറ്റെടുത്തു. എന്തുകൊണ്ട്? ബിൽ അമലി ബിഹി, ആ മുജ്തഹിദ് പറഞ്ഞ വാക്കുകൊണ്ട് അമൽ ചെയ്തില്ലയാണ്. ഈ അമൽ കൊണ്ട് ആ വാക്കുകൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ഇനി മറ്റൊരു വാക്കിലേക്ക് പോകാൻ പറ്റുകയില്ല. ബി ഖിലാഫി മാ ഇദാലം യഅമൽ ബിഹി, ആമിയായ ആൾ മുജ്തഹിദായ ആള് പറഞ്ഞ വാക്കുകൊണ്ട് അമൽ ചെയ്തിട്ടില്ല എങ്കിൽ എതിര്. അമൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാൻ? മടങ്ങാം, ചെയ്താൽ പറ്റൂല എന്ന്. വക്കീല, പറയപ്പെട്ടിട്ടുണ്ട് യൽസമു അൽ അമലു ബിഹി, ഈ ആമിയിന് നിർബന്ധമായിട്ട് വരും മുജ്തഹിദിന്റെ ഖൗല് കൊണ്ട് അമൽ ചെയ്യൽ. എങ്ങനെ? ബി മുജറദിൽ ഇഫ്തായി, ഫത്വ കൊണ്ട് മാത്രം തന്നെ മതി, ഫത്വ മാത്രം മതി. ആ ഫത്വ കൊണ്ട് തന്നെ അമൽ ചെയ്യൽ ജായിസ, നിർബന്ധമായിട്ട് വരുമെന്ന് ഖീല. അപ്പൊ ഫലൈസ ലഹു, ഈ ആമിയിന് ഇല്ല അർറുജു, മടങ്ങൽ ഇല്ല, ഇലാ ഗൈരി ഫീഹി, അത്തരം വിഷയത്തിൽ മറ്റൊരു ഫത്വയിലേക്കോ മറ്റൊരു ഖൗലിലേക്കോ മടങ്ങാൻ പറ്റുകയില്ല. ഇപ്പോൾ ഫത്വ ഉണ്ടെങ്കിൽ ആ ഫത്വ കൊണ്ട് തന്നെ അമൽ ചെയ്യ നിർബന്ധമാകുമ്പോ വക്കീൽ അവിടെ പറയപ്പെട്ടിട്ടുണ്ട് യൽസമുഹു, ഈ ആമിയിൽ നിർബന്ധമാവുക അൽ അമലു ബിഹി, അതുകൊണ്ട് അമൽ ചെയ്യൽ ബിൽ അമലി ബി, ആ വാക്കെടുത്തുകൊണ്ട് അമൽ പ്രവേശിക്കൽ കൊണ്ട് നിർബന്ധമായി. ബിഖിലാഫിമാ ഇദാലം യശ്റഇ, അമൽ പ്രവേശിച്ചിട്ടില്ല എന്ന് വെക്കാം, എന്നാ നിർബന്ധമല്ല, പ്രവേശിച്ചാൽ നിർബന്ധമായി എന്നാണ് ഒരു ഖീല. ഈ മറ്റൊരു ഖീല എന്ത് പറയുന്നു? യൽസമുൽ അമലു ബിഹി, ആ മുജ്തഹിദിന്റെ ഖൗല് കൊണ്ട് അമൽ ചെയ്യൽ ലാസിമാണ്, നിർബന്ധമാണ്. എപ്പോ? ഇനി ഇൽതസമഹു, അതിനവൻ ഏറ്റെടുത്താൽ. അവ ഏറ്റെടുക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ ഒരു വാക്ക് പറഞ്ഞു അത് പിടിച്ചു നിൽക്കലിന് മേൽ ഉറച്ചു, അങ്ങനെ ഉറച്ചു നിന്നാ പിന്നെ അതിനെ പറ്റും. ബി ഖിലാഫി മാ ഇദാലം യൽതസിംഹു, അങ്ങനെ പിടിച്ചു നിൽക്കൽ അവൻ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് വേണ്ട? അമൽ ചെയ്ത് നിർബന്ധമായിട്ട് വരില്ല, ഏറ്റെടുത്താൽ നിർബന്ധമായിട്ട് വരും. ഖാല ശംആനിയും, ശംആനിമാം പറയുന്നത് യൽസമുൽ അമലു ബിഹി, ആ മുജ്തഹിദിന്റെ ഖൗല് കൊണ്ട് ഈ ആമിയന് അമൽ ചെയ്യൽ നിർബന്ധമാകും. ഇം വഖഅ ഫീ നഫ്സിഹി, ആമിയുടെ ഹൃദയത്തിൽ സിഹ്ഹത്തുഹു, ആ മുജ്തഹിദ് പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യമായാൽ അപ്പോഴേ നിർബന്ധമുള്ളൂ. വഇല്ലാ ഫല, ബോധ്യമായിട്ടില്ലെങ്കിൽ നിർബന്ധവുമില്ല എന്ന് ശംആനിമാം പറയുന്നെങ്കിൽ വഖാല ഇബ്നു സ്വലാഹ്, അഭിപ്രായങ്ങളുടെ അഭിപ്രായമാണ്. ഇബ്നു സ്വലാഹ് പറയുന്നു യൽസമുൽ അമലു ബിഹി,
ആ കൗല് കൊണ്ട് അമൽ ചെയ്യൽ ആമിയായ ആൾക്ക് നിർബന്ധമാണല്ലോ. ഇല്ലം യൂജദ് മുഫ്തിൻ ആഖറു, മറ്റൊരു മുഫ്തിയെ കിട്ടാത്തുമ്പോൾ. ഇയാൾ ചോദിച്ചു, ഇയാൾ ഫത്വ വെട്ടി, അതനുസരിച്ച് അമൽ ചെയ്ത് നിർബന്ധമാണ്. മറ്റൊരു മുഫ്തി ഇല്ലെങ്കിൽ വൈൻ മുജിദ, ഇനി മറ്റൊരു മുഫ്തി അവിടെ ഉണ്ടെങ്കിലോ നഖയ്യറ ബൈനഹുമ, രണ്ട് മുഫ്തിമാർക്കിടയിലും ഇവൻ ഇഷ്ടം പ്രവർത്തിക്കാം. ഇതുകൊണ്ട് അവർ ചെയ്യാം, ഇല്ലെങ്കിൽ ഇയാളെ ഒഴിവാക്കി മറ്റേ മുഫ്തി ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാം, ഒന്നും ചെയ്യാം. എങ്കിൽ വൽ അസഹു, ഈ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല അഭിപ്രായം ജവാസുഹു ജവാസുർ റുജൂഇ ഇലാ ഗൈരിഹി, ഈ വാക്കിൽ നിന്നോ ഈ ഫത്വയിൽ നിന്നോ മറ്റൊരു ഫത്വയിലേക്കോ വാക്കിലേക്കോ ഒക്കെ ഈ ആമീന് മടങ്ങാൻ പറ്റും എന്നുള്ളതാണ്. ഫി ഹുക്മിൻ ആഖറ, മറ്റൊരു വിധിയിൽ മടങ്ങാം. ഈ വിധിയിലല്ല, മറ്റൊരു വിധിയിൽ മടങ്ങാം. ഈ വിധി ഇവിടെ കഴിഞ്ഞു, ഇനി മറ്റൊരു വിധി വരികയാണെങ്കിൽ ഇയാളെ വിട്ട് മറ്റൊരു പോകാം. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് ലാ യസൂസ്, മടങ്ങാൻ പറ്റൂല. കാരണം ലി അന്നൗ നിശ്ചയമായിട്ടും ബി സുആൽ മുജ്തഹിദി, മുജ്തഹിദിനുള്ള ചോദ്യം കൊണ്ടും വൽ അമലി ബി ഖൗലിഹി, അയാളുടെ വാക്കെടുത്തുകൊണ്ട് പ്രവർത്തിച്ചതും, ഇത് രണ്ടുകൊണ്ടും ഇവിടെ എന്തായി ഇൽതസമഹു മദ്ഹബഹു, ആ മുജ്തഹിദിന്റെ മദ്ഹബ് ഇയാളെ ഏറ്റെടുത്തില്ലേ, ഞാൻ മദ്ഹബ് വിട്ടു പോകാൻ പറ്റൂല എന്നാണ് ഖീല. വൽ അസഹു, അസഹായ അഭിപ്രായം അന്നഹു നിശ്ചയമായിട്ടും കാര്യം യജിബു അലൽ ആമിയി വഗൈരിഹി മിമ്മൻ ലൻ യബ്ലുഗ് റുതുബത്തൽ ഇജ്തിഹാദി, നമ്മെ പോലത്തെ ആൾക്കാർക്കൊക്കെ, സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഇജ്തിഹാദിന് യോഗ്യത എത്താത്ത ആളുകൾക്കൊക്കെ നിർബന്ധമാണ് എന്ത്, ഇൽത്തിസാമു മദ്ഹബി മുഅയ്യനിൻ മിൻ മദാഹിബിൽ മുജ്തഹിദീന, മുജ്തഹിദുകളായ മദ്ഹബിന്റെ അഖിലുകാരിൽ നിന്ന് വ്യക്തമായ ഒരു മദ്ഹബ് സ്വീകരിക്കലും ഏറ്റെടുക്കൽ നിർബന്ധമാണ്. ഇന്ന് ലോകത്തറിയപ്പെട്ട 4 മദ്ഹബ്, ഇതിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് വ്യക്തമായി സ്വീകരിക്കൽ നിർബന്ധമാണ്. അതില്ലാഞ്ഞ പറ്റുകയില്ല. അതാണ് സഹ്. യഅ്തഖിദുഹു, ആ ഒരു മദ്ഹബിനെ അവനെന്താകുന്നു, വിശ്വസിക്കുന്നു. അർജഹ മിൻ ഗൈരിഹി, മറ്റു മദ്ഹബുകളെക്കാൾ ഏറ്റവും രാജ്യത ഈ മദ്ഹബാണ്, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കൽ നിർബന്ധമാണ്. ഔ മുസാവിയൻ ലഹു, അല്ലെങ്കിൽ ഈ മദ്ഹബിനോട് മറ്റുള്ള മദ്ഹബൊക്കെ എന്താണ്, സമമാണ് എന്നവൻ വിശ്വസിക്കുന്നു, ആയിക്കോട്ടെ. വൈൻ കാന ഫീ നഫ്സിൽ അംർ, യഥാർത്ഥത്തിൽ മർജൂഹൻ, ഇവൻ ഏറ്റെടുത്ത മദ്ഹബ് റാജിയാക്കപ്പെട്ട മദ്ഹബായിരിക്കാം. അറൽ മുഖ്താറിൽ മുതഖദ്ദിമി, മുമ്പ് പറഞ്ഞതായ ബലപ്പെട്ട അഭിപ്രായ പ്രകാരമാണ് ഈ പറഞ്ഞത്. ആ അഭിപ്രായ പ്രകാരം നോക്കുമ്പോൾ ഇയാൾ ഏറ്റെടുത്ത മത് മർജൂഹാണെങ്കിലും എന്ത് ചെയ്യാ, ഇവന്റെ വിശ്വാസപ്രകാരം ഏതാണോ അർജഹ്, ഏതാണോ മുസാവിയ, അടുത്ത് സ്വീകരിക്കാം. എന്നാലും മദ്ഹബ് വേണം, മദ്ഹബ് ഇല്ലാഞ്ഞാൽ പറ്റൂല. സുമ്മ ബിൽ മസാവി, പിന്നെ മസാവിയായി, അങ്ങനെ മസാവിയായി സമമായി വന്നാലോ യംബഇ സഇയോ, എന്നാ പിന്നെ അവൻ എന്ത് വേണമെന്നറിയാമോ, എന്നാ എന്ത് വേണം, വേഗം അവൻ സൈ ചെയ്യണം, അത് അത്യാവശ്യമാണ്. ഫീ ഇത്തിഖാദിഹി അർജഹ, ഈ സമമായതിൽ നിന്ന് ഏതാണോ അവൻ അർജഹായിട്ട് വിശ്വസിച്ചതെങ്കിൽ ആ വിശ്വാസത്തിൽ അവൻ സൈ ചെയ്യൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ അമൽ ചെയ്യേണ്ടി വരും. ലിയത്തജിഹ ഇഖ്തിയാറുഹു അലാ ഗൈരിഹി, അതെന്തുകൊണ്ടാണ് അങ്ങനെ അത്യാവശ്യമായി വന്നത്, ആ അർജകനെ വിശ്വസിക്കുന്നതിൽ ഉളരൽ അത്യാവശ്യമായി എന്ന് പറയാൻ കാരണം മറ്റേതിനേക്കാൾ ഇതിനെ അവൻ തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുക്കൽ അവൻ ന്യായമായി വന്നു. അതുകൊണ്ട് തന്നെ സുമ്മ ഫീ ഖുറൂജിഹി അൻഹു, ഇനി അങ്ങനെ ആ മദ്ഹബ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മദ്ഹബിനെ വിട്ട് മറ്റൊരു മദ്ഹബിലേക്ക് പോകുന്നതിൽ അഖ്വാലുൻ, പല അഭിപ്രായങ്ങളും ഉണ്ട്. അഹദുഹ, ഒന്നാമത്തേത് ലാ യജൂസു, പറ്റൂല, മടങ്ങാൻ പുറപ്പെടാൻ പറ്റൂലാണ്. കാരണം ലി അന്നഹു ഇൽതസമു, ഈ മദ്ഹബ് അവൻ ഏറ്റെടുത്തു. വഇല്ലം യജിബ് ഇൽതിസാമുഹു, ഏറ്റെടുക്കൽ അവൻ നിർബന്ധമില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി മാറാൻ പറ്റൂല എന്നാണ് ഒന്ന്. സാനിഹ, രണ്ടാമത്തെ ഖൗല് യജൂസു, പറ്റും എന്നുള്ളതാണ്. പിന്നെ വൽതിസാമു മാ ലാ യൽസമു, നിർബന്ധമാവാത്ത ഒന്നിനെ ഏറ്റെടുത്തു എന്നല്ലേ പറഞ്ഞു. ആ ഏറ്റെടുക്കല് വൈറു മുൽസമിൻ, അതെന്താ മുൽത്തസിമിൻ, അത് നിർബന്ധമായതല്ലോ. പിന്നെന്താ, നിർബന്ധമാവാത്ത ഒന്നിനെ ഏറ്റെടുക്കുക എന്നുള്ളത് വൈറു മുൽസമിൻ, അത് നിർബന്ധമാക്കപ്പെട്ടതല്ലോ. പിന്നെന്താ പ്രശ്നം. സാലിസുഹ, മൂന്നാമത്തെ ഖൗല് ലാ യജൂസു ഫീ ബഅദിൽ മസായിലി, എല്ലാ മസ്അലയും പറ്റൂല, ചില മസ്അലയും പറ്റും.
അപ്പൊ ചില മസ്അലകളിൽ പുറപ്പെടാൻ പറ്റൂല. യജൂസു ഫീ ബാലിൻ, ചില മസ്അലകളിൽ വേണമെങ്കിൽ മാറാം. അത് തവസ്സുത്തം ബൈനൽ ഖൗലൈനി, രണ്ട് ഖൗലിന്റെ ഇടയിൽ മധ്യവർത്തിയാവാൻ വേണ്ടിയിട്ടാ. അതും സ്വീകരിക്കുക. ചില മസ്അലകളിൽ അങ്ങനെ പോകുക. അത് കഴിഞ്ഞിട്ട് മറ്റു മസ്അലയിൽ ചിലത് സ്വീകരിക്കുക. ഇങ്ങനെയൊക്കെ പറ്റും. രണ്ട് ഖൗൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. വൽ ജവാസ്, ജവാസ് ഫീ ഗൈരി മാ അമില ബിഹി, ഈ പറ്റുമെന്ന് പറഞ്ഞത് അവൻ അമൽ ചെയ്തു, ആ അമൽ ചെയ്യാത്ത ഒന്നിലാണ്, അമൽ ചെയ്തിയിലല്ല. അത് അഹ്ദം മിമ്മ തഖദ്ദമ, മുമ്പ് പറഞ്ഞത് എന്ന് പിടിച്ചതിന് വേണ്ടിയായി പറഞ്ഞത്. അവിടെ ഫി അമലി ഗൈറിൽ മുൽതസിമി, ഫി അമലിൻ ഗൈറൽ മുൽതസിമി, ഗൈറിൽ മുൽതസിമി, നിർബന്ധമായി ഏറ്റെടുക്കാത്തതായ ഒരു അമൽ, ഏറ്റെടുക്കാത്തതായ അമലിൽ മുമ്പ് പറഞ്ഞു പോയതെന്ന് മനസ്സിലാവുന്ന എന്താണ്, അവൻ അമൽ ചെയ്യാത്തതിലാണ് ജവാബ്, ചെയ്തിലല്ല എന്ന് മനസ്സിലാക്കാം. കാരണം ഇന്നോ നിശ്ചയമായിട്ടും ഇദാലം യജുസില്ലഹുർ റുജൂഉ, അവനെങ്ങാനും മടങ്ങൽ ജായിസായിട്ടില്ല എങ്കിൽ, ഖാല ഇബ്നു ഹാജിബ് പറഞ്ഞതുപോലെ, ഇബ്നു ഹാജിബ് പറഞ്ഞിരിക്കുന്നു, കൽ ആമിദിമ പറഞ്ഞതുപോലെ ഇത്തിഫാഖായിക്കൊണ്ട് രണ്ടാളും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫൽ മുൽതസിമു, അപ്പൊ മടങ്ങൽ അവൻ ജായിസല്ല എന്ന് വെക്കാം. എന്നാ അവൻ മുൽതസിമു, അപ്പോൾ ഏറ്റെടുത്തത് ഔലാ ബിദാലിക, അതുകൊണ്ട് എന്താണെന്നറിയാമോ, മടങ്ങൽ കൊണ്ട് ഏറ്റവും ബന്ധമായതാണ് എന്ന് കിട്ടും. വഖദ് ഹക്കയാ ഫീഹി, അവൻ പറഞ്ഞെന്താണ്, മടങ്ങൽ ജായിസായിട്ടില്ല എങ്കിൽ പിന്നെ ഏറ്റവും ബന്ധമായത് അവൻ ഏറ്റെടുത്തത്. ഫൽ മുൽതസിമു ഔലാ ബിദാലിക, പിന്നെ ബന്ധമായത് അതാണ് എന്നാണ് പറഞ്ഞത്. എത്തരത്തിൽ വഖദ് ഹക്കയാ ഫീഹി, ആ മുൽതസിമിൽ ഇവർ നിർബന്ധമാക്കിയിട്ടുണ്ട് അൽ ജവാസ, ജവാസിനെ അവർ രണ്ടാളും എന്താ ഇക്കാര്യം ചെയ്തിട്ടുണ്ട്. എന്നിരിക്കെ മടങ്ങാൻ പറ്റൂലെങ്കിൽ പിന്നെ പറഞ്ഞെന്താ, മുൽതസിമാണ് ഔലാന്ന് ഇവർ പറയും ചെയ്യണം. അപ്പൊ ഇവരെന്ത് വേണം, യുഖയ്യദു ബിമാ ഖൽനാഹു, അപ്പൊ നമ്മൾ പറഞ്ഞത് കൊണ്ട് ഖൈദ് നൽകപ്പെടണം. നമ്മൾ എന്തേ പറഞ്ഞത് ഇവിടെ? രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം പറ്റും, ഇൽത്തിസാമാണ് നിർബന്ധമാകത്തൊന്ന് ഏറ്റെടുത്ത് നിർബന്ധമല്ല എന്ന് വെക്കുക. മൂന്നാമത്തെ ഖൗല് പ്രകാരം പറഞ്ഞ ചിലതിൽ പറ്റും ചിലതിൽ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു. പിന്നെ മടങ്ങാൻ പറ്റും എന്ന് പറഞ്ഞത് പ്രവർത്തിച്ചതല്ലാത്തതിലാണ്. പ്രവർത്തിച്ചതിൽ ഇനി മടങ്ങാൻ പറ്റുമല്ലോ, ഇനി പോണിലാണ് മടങ്ങാന്നുള്ളത്, ഇനി ചെയ്യാൻ പോണ കാര്യങ്ങളിൽ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അഭിപ്രായം. അപ്പൊ നമ്മൾ പറഞ്ഞത് കൊണ്ട് കൈത് കൊടുക്കുക. വക്കീല പറയപ്പെട്ടിട്ടുണ്ട്, ലാ യജിബു അലൈഹി ഇൽത്തിസാമു മദ്ഹബിൻ മുഅയ്യനിൻ, നിർബന്ധമായിട്ടൊന്നും ഒരു മദ്ഹബ് സ്വീകരിക്കാൻ നിർബന്ധമൊന്നുമില്ല, ഇന്ന മദ്ഹബിന്റെ വേണം നിർബന്ധമില്ല. അപ്പൊ അവന് ജായിസാണ് അയ്യഖുദ ഫീമാ യഖൂലുഹു, അവനെന്തോ സംഭവം ഉണ്ടായി, ആ സംഭവത്തിൽ അവന് പിടിക്കാം. ഫി ഹാദൽ മദ്ഹബ്, ഈ മദ്ഹബ് കൊണ്ട് പിടിക്കാം. താറത്തൻ ചിലപ്പോ, വബിഗൈരിഹി മറ്റൊരു മദ്ഹബ് കൊണ്ട് പിടിക്കാം. ഉഖറ വേറെ സമയത്ത്, വാക്കത് അങ്ങനെയാണ് പോകാം. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യാ, സാബി മദ്ഹബ് സ്വീകരിച്ചു. ഇപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, ഹംബലി, പിന്നെ മാലിക്കി, പിന്നെ ഇങ്ങനെയൊക്കെ പോകാന്നാണ്. വ്യക്തമായിട്ടൊരു മദ്ഹബ് തന്നെ പിടിച്ചു നോക്കണ്ട എന്ന ഖീല പറയുന്നു. വൽ അസഹു, ബലപ്പെട്ട അഭിപ്രായം പറയുന്നത്, അന്നഹു നിശ്ചയമായിട്ടും കാര്യം, യംതനിഉ തതബ്ബുർ റുഖസി ഫിൽ മദ്ഹബി, മദ്ഹബുകളിലുള്ള ഇളവുകൾ തേടി പരിശോധിച്ച് നടക്കാൻ പറ്റൂല. അത് അസഹാണ്. കുറച്ച് നിൽക്കുക, കുറച്ചായി നിൽക്കുക, അളവ് തേടി നടക്കുക, ഏതിലാണോ പ്രയാസമില്ലാത്ത നോക്കിയിട്ട് നടക്കാൻ പറ്റൂല. എല്ലാ മദ്ഹബ് നോക്കുക, എന്നിട്ട് എല്ലാ മദ്ഹബിൽ നിന്നിട്ടും എന്ത് ചെയ്യുക, എളുപ്പമുള്ളത് ഏതാണോ നിസ്സാരമായത് അതെടുക്കുക. അതിനാണ് റുഖസ പരിശോധിക്കാന്ന് പറഞ്ഞു. ഫീമാ യഖൂബിന മസായിലി, മസ്അലകളിൽ സംഭവിച്ചതായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏറ്റവും ലളിതമായത് അത് മാത്രം സ്വീകരിക്കാനായിട്ട് നടക്കുക, അത് പറ്റൂല. വഖാലഫ അബൂ ഇസ്ഹാഖുൽ മർവസി, അബൂ ഇസ്ഹാഖുൽ മർവസി എതിരായി. മൂപ്പര് നാലിക്ക, മൂപ്പര് ജായിസാക്കി പറ്റും എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാതെ മൂപ്പര് അഭിപ്രായ പ്രകാരം.
വല്ലാഹിറോ ലാഹിറാകുന്ന മനസ്സിലാകുന്നത് അന്നഹാദന്നഖല അൻഹു ഈ അബൂ ഇസ്ഹാഖ് മർവസിയെ തൊട്ട് ഈ ഉദ്ധരിച്ചത് സഹുവൻ, അത് മറവയക്കാരം, അത് മറന്നതാണ്. ഈ ഉദ്ധരണി മറന്നു ചെയ്താ ലിമാഫിർ റൗലത്തി വാസിലിഹ റൗലയിലും അസിർ റൗലയിലും ഉള്ളതിന് വേണ്ടിയിട്ട് അത് പറഞ്ഞത് എന്ത് അന്നിക്കായത്തിൽ ഹനാത്തി വൈരിഹി ഹനാത്തി എന്നവരും അല്ലാത്തവരും അബീസാഖ് എന്നവരെ തൊട്ട് ഇക്കാറ്റ് ചെയ്തിട്ടുണ്ട്. അന്നഹു യഫ്സുഖു ബിദാലിക ഇളവുള്ള കാര്യം മദ്ഹബ് തേടി പിടിച്ച് നടക്കൽ കൊണ്ട് അങ്ങനെ നടന്നാൽ അങ്ങനെ പ്രവർത്തിച്ചവൻ തമ്മാടിയാകുന്നു മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. എന്നിരിക്കെ പിന്നെ മൂപ്പര് ഇവിടെ അത് പറ്റൂന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? അപ്പൊ അത് മറന്നുകൊണ്ട് ചെയ്തേക്കാൻ നക്കലെന്ന്. അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് അന്നഹു ലാ യഫ്സുഖു ബിഹി ഇളവുള്ളതായ കാര്യം കൊണ്ട് പിടിച്ചാൽ അത്തരം കാര്യം കൊണ്ട് എന്താവൂല, തമ്മാടിയാകൂല എന്ന് അബൂ ഹുറൈറ തൊട്ട് റിപ്പോർട്ട്. എങ്കിൽ വസാനി രണ്ടാമത്തേത് രണ്ടാമത്തേത് ആദ്യത്തേതിന്റെ മേൽ മനസ്സിലാക്കിയെടുത്തതാണ്. അപ്പൊ രണ്ടാമത്തേത് ഏതാ? ഇബ്നു അബീ ഹുറൈറ തൊട്ട് റിപ്പോർട്ട്. ഇബ്നു അബീ ഹുറൈറ തൊട്ട് റിപ്പോർട്ട് ചെയ്താ. ആദ്യത്തേതോ അബൂ ഇസ്ഹാഖ് മർവസിയെ തൊട്ടുമാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? ആദ്യത്തേത് അതാണ്, അതിന്റെ മേൽ മനസ്സിലാക്കിയെടുത്തതാണ് ഈ രണ്ടാമത് പറഞ്ഞത് എന്ന് വെക്കാം. ഇൻ അറാദ ബി അദമിൽ ഫിസ്ഖി, ഇവിടെ ഫിസ്ഖില്ല എന്നാണ് ഇബ്നു അബൂ ഹുറൈറയെ തൊട്ട് റിപ്പോർട്ട് ചെയ്തത്. ആദ്യം പറഞ്ഞതോ ഫിസ്ഖ് ഉണ്ടെന്നല്ലേ. അപ്പോൾ ഈ അദമിൽ ഫിസ്ഖില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ജവാസ, ഫിസ്ഖില്ല എന്ന് പറഞ്ഞ ജവാസാണ് എന്ന് വെക്കണി കുഴപ്പമില്ല. ഫഹുവ അപ്പൊ വരുമ്പോ മനസ്സിലാക്കുക, ഇത് മബനിയുൻ അല അന്നഹു ലാ യജിബു ഇൽത്തിസാമു മദ്ഹബി മുഅയ്യനിൻ, മുഅയ്യനായ ഇന്ന മദ്ഹബ് എന്ന് ഏറ്റെടുക്കലും സ്വീകരിക്കലും നിർബന്ധമില്ല എന്ന അഭിപ്രായ പ്രകാരം എടുക്കപ്പെട്ടതാണ് ഇത് എന്ന് വെക്കാം. വംതുനാവ് തത്തബുഅ്, പിന്നെ തത്തബുഅ് പാടില്ല എന്നല്ലേ പറഞ്ഞു. അത് ഷാമിലു ലിൽ മുൽതസിമി വഗൈരി, ഏറ്റെടുത്തതും അല്ലാത്തതിനൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്. വയൂഖദു മിന്നു, അപ്പൊ ഈ പറഞ്ഞത് ഇന്ന് പിടിക്കപ്പെടാം. ഈ മിൻഹുയത് ഷുമൂൽ ഇംതിനാൽ മുൽതസിമി വഗൈരി അറിഞ്ഞില്ലേ, ഏറ്റെടുത്തതും അല്ലാത്തതിനൊക്കെ മുംതനിയായി ഉൾപ്പെടുത്തും പറഞ്ഞ ആ മുംതനിയായി നിന്ന് പിടിക്കാം. തഖീൽ ജവാസി സാബിഖി, മുമ്പ് പറഞ്ഞ ആ ജവാസിനെ കൈത് കൊടുക്കുക. ഫീഹിമാ, ഇത് രണ്ടിലും കൈത് കൊടുക്കുക. അതായത് മടങ്ങൽ ജവാസ എന്ന് പറഞ്ഞല്ലോ, മുൽതസിമിലും അല്ലാത്തതിലും അത് രണ്ടിലും എന്ത് ചെയ്യുക? ജവാസ് പറ്റുന്നതിന് കൈത് കൊടുക്കണം. ബിമാ ലം യുഅദ്ദി ഇലാ തത്തബ്ബിഉർ റുഖസി, ഈ മടങ്ങല് റുഖ്സകൾ ഇളവുകൾ തേടുക എന്നതിലേക്ക് കൂട്ടിയിട്ടില്ലെങ്കില്, അങ്ങനെ കൂട്ടുന്നില്ല എങ്കിലാണ് പറ്റാലേ പറ്റൂല എന്ന് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ക്ലാസ് നമുക്ക് പറയാനുള്ളത് ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ തഖ്ലീദ് പറ്റുമോ പറ്റൂലേ എന്ന്, അഥവാ വിശ്വാസകാര്യങ്ങളിൽ പറ്റുമോ പറ്റൂലേ, അതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് നമ്മൾ ഖബൂൽ ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.